ഇത് കഴിഞ്ഞ 2 വ്ലോഗുകളുടെ അവസാനത്തെ ഭാഗമാണ്. കഴിഞ്ഞ 2 വ്ലോഗുകളും എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂരേക്ക് പോവുകയാണ്. അവിടെയാണ് മോള് പഠിക്കുന്നത്. കോയമ്പത്തൂരെ കുറച്ച് വിശേഷങ്ങളും അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ 3 ലെയർ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയും കൂടെ ഉണ്ട്. നമ്മുടെ ബർഗറൊക്കെ തോറ്റുപോകും ഈ ഒരു സാൻഡ്വിച്ചിന്റെ മുന്നിൽ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ രാവിലെ എണീറ്റു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. അവർ രണ്ടുപേരും എണീറ്റിട്ടില്ല. അപ്പോൾ എനിക്ക് രാവിലെ കുറച്ച് പരിപാടികളുണ്ട് അടുക്കളയിൽ. അപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ്. അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഫ്ലാസ്കില്ലേ അതാണ്. അപ്പോൾ പോകുമ്പോൾ ചൂടുവെള്ളം കുടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ആയിട്ട് നമുക്കൊരു ചായയൊക്കെ കുടിക്കണമെങ്കിലൊക്കെ കുടിക്കാമല്ലോ. ടീ ബാഗും കൂടെ എടുത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കുടിക്കാനായിട്ട് ചായയാണ് എടുക്കുന്നത്. അതും ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് എടുക്കുകയാണ്. അത് ആദ്യം തന്നെ ചെയ്തു വെച്ചാൽ പിന്നെ വേറെ പണിയില്ലല്ലോ. ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്നാക്കണം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടത്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ടും കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ലിലോട്ട് 3 മുട്ട പൊട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എല്ലായിടത്തും ഒരുമിച്ചങ്ങ് ആക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒറിഗാനോ സീസണിങ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇടാറുണ്ട് കേട്ടോ. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് ജസ്റ്റ് ഒന്നായിട്ടുണ്ട്. തിരിച്ച് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പകുതി തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇച്ചിരി അങ്ങ് ഇടുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒറിഗാനോ സീസണിങ് ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ രാവിലെ പോകേണ്ടതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് എനിക്ക് അളവൊന്നും നോക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഇടുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് തന്നെ എടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോണൈസാണത്. അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് 5 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സാൻഡ്വിച്ച് സ്പ്രെഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. അത് വേറൊരു ടേസ്റ്റാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എല്ലാത്തിലും 5 ആയിട്ട് ഡിവൈഡ് ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തോട്ടും. അത് നമുക്ക് അടുത്ത ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പുറത്തെടുത്ത് വെക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തണുപ്പായതുകൊണ്ട് തേക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സമയം പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊരു 5 പീസൊക്കെ ആയിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ആയിരിക്കും. നമുക്ക് വിശക്കൊന്നുമില്ല. ദൂരമൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നമ്മൾ ശരിക്കും ബർഗറൊക്കെ തോറ്റു പോകും ഇതിൻ്റെ മുന്നിൽ, അത്രയും ടേസ്റ്റിയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കുക. ഞാൻ അമൂലിൻ്റെ ചീസ് സ്ലൈസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചീസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അടുത്ത ഒരു പീസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് തേച്ച് കൊടുക്കുന്നത്. അത് വെച്ച് നമുക്കിന്ന് ലാസ്റ്റ് ലെയറും അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ 3 ലെയർ സാൻഡ്വിച്ചാണ്. എല്ലാം ഒന്ന് അതുപോലെ അടച്ചു വെച്ച് കൊടുക്കട്ടെ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ചെറുതായിട്ടൊന്ന് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഓയിലോ നെയ്യോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓരോ സാൻഡ്വിച്ചായിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 3 ഇപ്പോൾ വെക്കുന്നുണ്ട്. ബാക്കി 2 ഒരുമിച്ച് വെക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, കരിഞ്ഞു പോകും. തീ ഒന്ന് കുറച്ച് ഇട്ടിരുന്നാൽ മതി. ഞാനിതിവിടെ ഇട്ടിട്ട് ഡ്രസ്സ് മാറ്റാൻ പോവുകയാണേ. ഇതിപ്പം പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അധിക സമയമൊന്നും എടുത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വീട്ടിൽ നിന്ന് നമുക്ക് ഇപ്പം തന്നെ ചൂടോടുകൂടി കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മുരിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുപോകാനല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത്. കുറച്ച് ഹാർഡായി പോകണ്ട എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അലൂമിനിയം ഫോയിലിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അത് ഓരോരുത്തർക്കുള്ളതും ഓരോ പൊതിയായിട്ടങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 സെറ്റ് കഴിച്ചാൽ നല്ല ഹെവി ആയിരിക്കും. അപ്പോൾ സൈതാറിനുള്ളത് 2 സെറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയാണ്. ചിക്കു അതുപോലെ 2 സെറ്റ് മുഴുവൻ കഴിക്കില്ല, ഞാനും കഴിക്കില്ല. അപ്പോൾ ഞാൻ 1.5, ചിക്കു 1.5 ആയിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ പൊതിഞ്ഞ് എടുക്കുകയാണ്. അപ്പോൾ അതാ 3 പാക്കറ്റ് പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൊണ്ടുവന്ന് ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചായ എടുത്ത ഫ്ലാസ്ക് വെക്കുന്നുണ്ട്. വെള്ളവും വെച്ച് കൊടുക്കുക. അതോടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ചിക്കു റെഡി ആയിട്ടുണ്ട്. എല്ലാ ബാഗിലെടുത്ത് പുറത്തുകൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായിട്ട്, ഒരു 7 മണിയായിപ്പോയി ഇറങ്ങാനായിട്ട്. 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ രണ്ടുപേരും കൂടി ബാഗുകളൊക്കെ എടുത്ത് വണ്ടിയിലേക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കോളേജിലേക്ക് അല്ല പോകുന്നത്. നാളെയാണ് കോളേജിലേക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അവിടെ കോയമ്പത്തൂർ അനിയൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് നാളെ രാവിലെ നമ്മൾ കോളേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. രാവിലെ ഇറങ്ങിയാൽ വൈകുന്നേരം ആകും എത്താനായിട്ട്. ഒരു 9 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പം നമുക്കിനി യാത്ര തിരിക്കാം. അപ്പോൾ ദൂരെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ശരിക്കും പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. സേഫായിട്ട് അങ്ങ് എത്തണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോവുക. അമ്മേന്റെ കിടക്കാനുള്ള ബെഡ് റെഡിയായോ? കോയിനല്ലേ? അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ചിക്കുവാണ് എപ്പോഴും ഫ്രണ്ടിലിരിക്കാറ് ലോങ്ങിലൊക്കെ പോകുന്ന സമയത്ത്. എനിക്ക് പുറകിലിരുന്നാൽ ഇച്ചിരി നേരമൊക്കെ കിടന്ന് ഉറങ്ങാമല്ലോ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എപ്പോഴും ദൂരെയൊക്കെ പോകുന്ന സമയത്ത് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം പക്ഷേ പണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അധികം ഇല്ല. കാരണം എനിക്ക് തോന്നുന്നത് മാസ്ക് വെച്ചിട്ടാണല്ലോ ഇപ്പം നമ്മൾ ഫുൾ ടൈം കാറിനകത്താണെങ്കിൽ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും ഞാനിപ്പോഴും ബാക്കിൽ തന്നെയാണ് ഇരിക്കാറ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. അപ്പോൾ ചിക്കു വീഡിയോ എടുത്തതാണ് കേട്ടോ, ഞാൻ അറിഞ്ഞതേ ഇല്ല ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത്. മുമ്പേ കാണിച്ച ഒരു വ്ളോഗിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കു എന്താ അമ്മേനെ ഫ്രണ്ടിൽ ഇരിക്കാൻ സമ്മതിക്കില്ലേ എന്ന്. അപ്പോൾ അതിനൊരു തെളിവ് കാണിച്ചു കൊടുക്കണം എന്ന് അന്നേ അവൾ പറയുന്നുണ്ടായിരുന്നു. അത് അവൾ കാണിച്ചു തന്നതാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള സ്ഥലം നോക്കി ഇങ്ങനെ പോവുകയാണ്, കുറച്ച് സ്ലോ ആയിട്ട്. അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ തണലും ആളൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലം നോക്കി ഇപ്പോൾ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്. ഒരു ഒഴിഞ്ഞ കടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് അങ്ങ് നിർത്തുകയാണ്. കൈയൊക്കെ കഴുകാനായിട്ട് ബോട്ടിൽ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ പാക്കറ്റാ? ശരി. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് പൊതിഞ്ഞ് വെച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ സെറ്റ് അങ്ങോട്ട് എടുത്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് കടി തന്നെ മുളക് കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരുന്നു സാൻഡ്വിച്ച്. ഹാർഡൊന്നും അല്ലായിരുന്നു, സോഫ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ബർഗറൊക്കെ കഴിക്കുന്നതിലും ഫാർ 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 ടേസ്റ്റിയർ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഈ ഒരു എഗ് സാൻഡ്വിച്ച്. ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ, ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ഇപ്പോൾ കൊറോണ തുടങ്ങിയതിന് ശേഷം ശരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൽ പോയ സമയത്ത് എല്ലാം നിർത്തിയിട്ടായിരുന്നു പോയിരുന്നത്. ഞങ്ങൾ എറണാകുളത്തൊരു വീട്ടിൽ സൈത്തറിൻ്റെ കസിൻ്റെ വീട്ടിൽ കയറിയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ഫുഡ് അവിടുന്ന് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിച്ചു. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്കുള്ളത് പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും ടോയ്ലറ്റിലൊക്കെ പോകണം നമുക്ക്. അപ്പോൾ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് എറണാകുളത്തൊക്കെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയാണ്. കാരണം ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല, അറിയാമല്ലോ. തിരക്കും പിന്നെ അതിൻ്റെ ഇടയുടെ ഹെൽത്ത് ഇഷ്യൂവും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. അപ്പോൾ നോക്കിയിരുന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒരു വിഷമാവില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പോസ്റ്റ് ഇടാറുണ്ട്. ആലപ്പുഴ ബൈപ്പാസ് അതപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും എറണാകുളം എത്തി. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ശരിക്കും വിശക്കുന്നൊന്നുമില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. വിശപ്പേ ഇല്ല. എന്നാലും ലഞ്ച് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു സുൽത്താൻ വീട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്. ആരും ഇല്ല കേട്ടോ. കോവിഡൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ വരുന്നേ ഉണ്ടാവുള്ളായിരിക്കും. ഒരു നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ്, നല്ല നീറ്റാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവിടെ അതൊക്കെ അവർ കസേരയൊക്കെ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കണ്ടപ്പോൾ അവർ തുറന്ന് അങ്ങോട്ട് മാറ്റി തന്നു. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗി, ഒരു പണ്ടത്തെ ഒക്കെ ഒരു മുസ്ലിം വീടിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ഒരു ഡിസൈനാണ്. ഇപ്പോൾ പ്ലേറ്റ് കൊണ്ട് വെച്ചപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റ് കേട്ടോ. ഒരു പ്രത്യേകതരം പ്ലേറ്റ്. അത് കല്ല് പോലെ തോന്നി, ഭയങ്കര വെയിറ്റാണ്. അതിൻ്റെ മുകളിലിങ്ങനെ അവരുടെ ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകതരം മെറ്റീരിയൽ, എന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. ശരിക്കും നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചിട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നൂഡിൽസ് വാങ്ങിച്ചു, ചിക്കൻ നൂഡിൽസും ചില്ലി ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിച്ചോറിൽ സാധാരണ ചോറും പിന്നെ തോരൻ കറികളും പിന്നെ
മീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ബീഫിൻ്റെ ഫ്രൈ, പിന്നെ ചമ്മന്തി, മുട്ട, ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ചട്ടിയിൽ തന്നതാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ലത് തന്നെയായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ചോക്ലേറ്റ് ഷെയ്ക്കാണ് ഓർഡർ ചെയ്തത്, ഞാൻ പക്ഷേ കോഫിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ആഹാ, എന്താണ് ഭംഗി കാണാനായിട്ട്! ആ ഒരു ആകാശം, മഴക്കാറുണ്ട്, ചെറുതായിട്ട് മഴക്കാറുണ്ട്, എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ കോയമ്പത്തൂർ എത്തി. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ട് അപ്പോൾ പനിയും താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് കയറുകയാണ്. അവിടുന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പ്രോസോൺ മോളിലേക്ക് ഇറങ്ങിയാണ്. അവിടെ അടുത്ത് തന്നെയാണ് പ്രോസോൺ മോള്. ശരിക്കും പലരും ചോദിച്ചിട്ടുണ്ട്, ഇത്രയധികം പാക്കൊക്കെ ചെയ്ത് ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ പുറത്തോട്ട് വിടില്ലേന്ന് ഹോസ്റ്റലിൽ. അപ്പോൾ ചിക്കുവിന് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യം അതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പുറത്തോട്ട് വിടില്ല. ഇപ്പോൾ മുമ്പൊക്കെ മാസത്തിലൊരിക്കലൊക്കെ പുറത്തോട്ടൊക്കെ വിടുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കോവിഡ് ഒക്കെ കഴിഞ്ഞ് തുറക്കുന്നത് കൊണ്ട് കോളേജിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് വിടില്ല, വീട്ടിലേക്ക് ഇടയ്ക്കൊന്നും വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ചിക്കുവിന് ഏറ്റവും വലിയൊരു വിഷമമുള്ള ഒരു കാര്യം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്ലാറ്റിലേക്ക് പോവാണ്. രാവിലെ ഞങ്ങൾ കോളേജിലേക്ക് പോവാണ്. അനിയൻ്റെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. ചിക്കുവിൻ്റെ ഫ്രണ്ട്സ് അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് അപ്പോൾ ഇതിന് പോകുന്ന വഴിക്ക് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അവർ ചെല്ലുന്ന സമയത്ത് 7 ദിവസം ക്വാറന്റൈനാണ്. 2 പേര് വെച്ച് ഒരു റൂമിലേക്കാണ് അലോട്ട് ചെയ്യുക. അപ്പോൾ ചെല്ലുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അലോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പോകാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ. കോയമ്പത്തൂർ വരുമ്പോൾ ഞങ്ങൾ മിക്കവാറും എനിക്ക് ഇഷ്ടം വെച്ച് കഴിക്കാൻ തന്നെയാണ് കേട്ടോ കൂടുതലും. കാരണം നല്ല ദോശയും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള അന്നപൂർണ്ണയിൽ തന്നെയാണ് കേട്ടോ കയറുന്നത്. ഞങ്ങൾ സാധാരണ വരുമ്പം കയറുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. നല്ല ഫുഡ് ആണ് ഉണ്ടാവാറ്. ചിക്കു നെയ്റോസ്റ്റും ഞങ്ങൾ 2 പേരും മസാല ദോശയാണ് വാങ്ങിച്ചത്. ഞാൻ പിന്നെ സ്ഥിരം മസാല ദോശേൻ്റെ ആളാണല്ലോ. കുറച്ച് എന്താ പറയുക, നല്ല മുരിഞ്ഞ ദോശയാണെങ്കിലും പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ദോശയുടെ ആ ഒരു ടെക്സ്ചറല്ല. അപ്പോൾ കുക്ക് മാറിക്കാണുമായിരിക്കും. എന്തായാലും ഞങ്ങൾ കഴിച്ച് ചിക്കുവിന് തീരെ കഴിക്കാൻ പറ്റിയില്ല അത്. അപ്പോൾ അത് ബാക്കി അവിടെ വേസ്റ്റായി. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ ചിക്കുവിൻ്റെ കോളേജ് എത്തി. ഒരുപാട് പേര് ചിക്കു ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിക്കുവിനെ മാത്രമല്ല, ചിക്കുവിൻ്റെ പല ഫ്രണ്ട്സിനെയും ചിക്കുവിൻ്റെ ചാനലിലും നമ്മുടെ ഈ ചാനലിലും ഒക്കെ ആയിട്ട് പല വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ കരുതിയിട്ട് ഞാൻ കോളേജിൻ്റെ പേര് പറയുന്നില്ല കേട്ടോ. ഇവിടെ മിക്സഡ് കോളേജ് ആണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും എന്ന് കരുതുന്നു. BSc അഗ്രികൾച്ചറിനാണ് പഠിക്കുന്നത്. 4 ഇയർ കോഴ്സാണ്. ഇപ്പോൾ ചിക്കു 3rd ഇയറാണ്. ഗേറ്റിനടുത്ത് തന്നെ എല്ലാവരുടെയും RT-PCR ഒക്കെ ചെക്ക് ചെയ്ത് കുട്ടികളുടെയൊക്കെ അവരെ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പാരൻസിൻ്റെ അവർ വന്നിട്ട് നമ്മൾ വണ്ടിയിൽ വന്ന് നോക്കിയിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ആണ് വിടുന്നത്. ഓരോ വണ്ടിയും അങ്ങനെ പതുക്കെയാണ് കയറ്റി വിടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സമയം എടുത്ത് ചെക്കിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ അകത്തോട്ട് പോവാണ്. ഇത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റലുള്ളത്. റൈറ്റ് സൈഡിലേക്കാണ് ഗേൾസ് ഹോസ്റ്റൽ. അപ്പോൾ ഇതവിടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് വന്നപ്പോഴും ഇവിടെയും ക്യൂ ആണ്. കാറുകൾ ഓരോരുത്തരെയും പാരൻസ് കുട്ടികളെയും കൊണ്ട് വന്നിട്ട് അപ്പോൾ ഓരോരോ വണ്ടിയായിട്ട് മാത്രമേ അകത്തോട്ട് കയറ്റി വിടുന്നുള്ളൂ. ഒരു വണ്ടി പോയി തിരിച്ചിറങ്ങിയതിന് ശേഷമേ അകത്ത് കയറ്റുന്നുള്ളൂ. ഇപ്പോൾ കോവിഡിൻ്റെ ആ ഒരു കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചാണ് അവർ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളതാ നമ്മളെ വണ്ടിയും അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അവിടെ പെട്ടിയും ബാഗും ഒക്കെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ചിക്കു അകത്ത് വാർഡൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ പോയതാണ്. പാരൻസിനെ അകത്തോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കോവിഡ് ആയതുകൊണ്ടാണ്. ചിക്കുവിന് വേണ്ടിയിരിക്കുന്ന റൂം 3rd ഫ്ലോറിലാണ്. അപ്പം ഈ ബാഗൊന്നും എടുത്ത് ഒറ്റയ്ക്ക് ചിക്കുവിന് കയറാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡ് വന്ന് പോയതിന് ശേഷം ആ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ കയറുമ്പോൾ കിതപ്പാണ്. അപ്പോൾ സാധനങ്ങളായിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതടുത്ത് ഗേറ്റിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒന്ന് വേണമെന്നൊക്കെ. അപ്പോൾ പക്ഷേ അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നും എടുത്ത് കയറാനൊന്നും പറ്റണമെന്നില്ല. ചിക്കുവിന് ഇവിടെ നിന്നിട്ട് ഉപദേശം കൊടുത്തതാണ്. ഞാൻ കുറച്ച് നന്നായിട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ ചിക്കുവിൻ്റെ റിയാക്ഷനാണ് ഈ കണ്ടത്. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ഞാൻ സൈതായിട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ചിക്കുവിന് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ നല്ല ജോളിയായിട്ടാണ് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലും. ഫുഡ് മാത്രമേ ഉള്ളൂ ചിക്കുവിന് മാത്രമല്ല എല്ലാവർക്കും ചെറിയൊരു പ്രശ്നം. മിക്കവാറും ഹോസ്റ്റലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ.
അപ്പോൾ ചിക്കു യാത്രയൊക്കെ പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയായിട്ടോ, ഞങ്ങൾ രാവിലെ എത്തിയതാണ്. ഇവിടുത്തെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് അകത്തൊക്കെ കയറി വന്നപ്പോഴത്തേക്കും 1 മണി കഴിഞ്ഞു. അപ്പോൾ അവിടെ മെസ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചിക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ ഇതാ ഹോസ്റ്റലിലോട്ട് കയറാനുള്ള വണ്ടികളൊക്കെ ക്യൂവിൽ നിൽക്കുന്നതാട്ടോ കാണുന്നത്. നമ്മളെന്തോ വന്ന സമയത്ത് അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂ ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ചിക്കു ആദ്യം ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ ഒന്നും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര ബിസി ആയിരുന്നു. ചിക്കു ബിസി ആയിരുന്നു, ഞാനും ബിസി ആയിരുന്നു. ഞാൻ അന്ന് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ചിക്കു ആണെങ്കിൽ സ്കൂളും ട്യൂഷൻ അങ്ങനെ പറഞ്ഞ് ഫുൾ ടൈം പുറത്തായിരിക്കും. വളരെ കുറച്ച് സമയമേ വീട്ടിലുണ്ടാവുള്ളൂ, ഒരുമിച്ചുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു കൊറോണ വന്ന് ഈ ഒരു ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ വന്ന് അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ജോലിയും റിസൈൻ ചെയ്തു വീട്ടിലെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഒരുമിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോവിഡ് സമയത്ത് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ മക്കളും ഫാമിലി ആയിട്ട് ഒരുമിച്ചിരിക്കാൻ കിട്ടിയ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കോവിഡ് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോയി, ദൈവം സഹായിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിഷമമുണ്ട് ശരിക്കും. ആദ്യം ചിക്കുവിനെ കൊണ്ടുവിട്ടതിലും വിഷമമുണ്ട് ഇപ്രാവശ്യം എനിക്ക്. ചിക്കുവിനും അതിന് ഉണ്ട് എന്നറിയാം. എന്തായാലും ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് ചിക്കു കയറിപ്പോയി, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അതിന് നേരെ അനിയൻ്റെ അടുത്ത് പോവും. അവിടുന്ന് നാളെ രാവിലെയാണ് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോകുന്നത്. ഇന്ന് തന്നെ തിരിച്ചു പോയാൽ നമ്മൾ രാത്രിയൊക്കെ അങ്ങ് ഡ്രൈവ് ആവും. അത് ഭയങ്കരമായിട്ട് ടയേർഡായി പോവും. പിന്നെ രാത്രി നൈറ്റ് ഡ്രൈവിങ് അത്ര സേഫും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പോകുമ്പം മാക്സിമം രാവിലെ ഇറങ്ങാറാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ആര്യസ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു. പോകുന്ന വഴിക്കൊന്ന് എൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവിടെ, അപ്പോൾ അവരുടെ വീട്ടിലൊന്ന് കയറണം. പിന്നെ അനിയൻ്റെ ഓഫീസിൽ ഒന്ന് കയറണം. അപ്പോൾ ഞങ്ങളിവിടെ എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നതാണ്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്ലാറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് അനിയൻ്റെ ഓഫീസിൽ ഒന്ന് കയറിയതാണ്. കുറച്ച് പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ സ്വീറ്റ്സൊക്കെ കൊണ്ടു കൊടുത്തു. ദീപാവലി വരെയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടു കൊടുത്തു. ഒരു സന്തോഷമല്ലേ ശരിക്കും. ഓഫീസിലൊക്കെ ആരെങ്കിലും നമുക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഫുഡായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അത് ശരിക്കും അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഓഫീസിലായിരുന്ന സമയത്ത്. അത് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കാണാനൊക്കെ വരുമ്പോൾ സ്വീറ്റ്സൊക്കെ കൊണ്ടുവരാൻ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ എപ്പോഴും പോകുമ്പോൾ മിക്കവാറും കൊണ്ടുപോകാറുണ്ട് ഇവിടെ അനിയൻ്റെ ഓഫീസിൽ പോകുമ്പോൾ. അപ്പോൾ അത് അവിടെ എൻ്റെ ഓഫീസിൽ പോകുമ്പോഴാണേലും ഞാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ ഇറങ്ങി. എത്രയും നേരത്തെ ഇറങ്ങിയാൽ ബ്ലോക്കൊക്കെ കഴിയുന്നത്ര മാക്സിമം ഒഴിവായി കിട്ടുമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കുതിരാൻ തുരങ്കം ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും 1 വേ ആണ്. അപ്പോൾ ചിക്കുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ തുരങ്കത്തിൽ കൂടെ പോകണമെന്ന്. കാരണം ബൈ റോഡ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കോയമ്പത്തൂർക്ക് വരുന്നത്. എപ്പോഴും ട്രെയിനിലാണ് വരിക. അപ്പോൾ ഇപ്രാവശ്യം കോളേജിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം പ്രൈവറ്റ് വെഹിക്കിൾസിൽ തന്നെ വരണം എന്നുള്ളത്, കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പം കയറാൻ പറ്റിയില്ല, കാരണം 1 വേ ആണല്ലോ. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനായിട്ട്. ഒന്നുമില്ല, ഒരു ടണലിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലിംഗ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ തിരുവനന്തപുരത്തേക്ക്. ചിക്കു വീട്ടിലുണ്ടാകുന്ന സമയത്ത് ശരിക്കും നല്ല ബഹളവും ചിരിയും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈലൻസ് ആയിരിക്കും. ആ ഒരു സൈലൻസിലേക്ക് നമ്മൾ രണ്ടുപേരും പോവാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളാണ്. മക്കളെന്ന് പറയുമ്പോൾ മക്കളായാലും ശരി ആൺമക്കളായാലും ശരി കുറച്ച് കാലത്തേക്ക് മാത്രമേ അവർ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പം അവരവരുടെ പുതിയ ജീവിതവും തിരക്കുകളും ഒക്കെ ആയിട്ട് അവരുടെ വേറൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഇനി അങ്ങ് കരുതണം, എന്നിട്ടങ്ങ് സന്തോഷമായിട്ടിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.